الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അതിമഹത്തായ കരുണ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും തെറ്റുകളും മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ സാമ്പത്തികമായ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്ക് പൂർണ്ണമായ ആരോഗ്യവും സൗഖ്യവും നല്ല രീതിയിലുള്ള ജീവിതവും അല്ലാഹു തആല കനിഞ്ഞരുളുമാറാകട്ടെ. എല്ലാവരുടെയും സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല അവന്റെ കരുണ കൊണ്ട് തീർത്തു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ മനുഷ്യന് മേലുള്ള കാരുണ്യങ്ങളിൽ വെച്ചൊരു കരുണയാണ് മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നൽകി എന്നുള്ളത്. നാവ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ്. അതിനെ മനുഷ്യൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരും. ഏതുപോലെ പ്രവാചകന്മാർ അവരുടെ നാവിനെ ഉപയോഗിച്ചതുപോലെ, സഹാബാക്കളായ മഹാന്മാർ അവരുടെ നാവിനെ ഉപയോഗിച്ചതുപോലെ, അതിനുശേഷം ഒരുപാട് വലിയ വലിയ ഉന്നതരായ പണ്ഡിതന്മാർ, മഹാന്മാരായ ഔലിയാക്കൾ, അവരെല്ലാം അവരുടെ നാവിനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചതുപോലെ ഏതൊരു മനുഷ്യൻ തന്റെ നാവിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവോ അയാളെ അത് ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എത്തിക്കും. ഇനി ഒരാൾ അല്ലാഹുവിന്റെ കരുണയായ അനുഗ്രഹമായ ആ അവയവത്തെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിരോധിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാവിനെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവരെ ഈ ദുനിയാവിലും ആഖിറത്തിലും വലിയ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും നിരാശയിലേക്കും എത്തിക്കും എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും മഹാന്മാരുടെ വചനങ്ങളിൽ കൂടിയും അനുഭവങ്ങളിൽ കൂടിയും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നബിമാരുടെ സംഭവങ്ങൾ പറഞ്ഞു. ആ പ്രവാചകന്മാർ അവരുടെ ജോലി രാവിലെ എഴുന്നേറ്റ് അല്ലാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് നന്മ കൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തിന്മയെ വിരോധിക്കുക എന്നുള്ളതാണ്. അതവർ കൃത്യമായി ചെയ്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റവും വലിയ നിലയിലേക്ക് ഉയർത്തി. അവരുടെ നാമങ്ങൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തി. അത് നമ്മൾ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവർ അവരുടെ നാമിനെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനും, കൂട്ടുകാരെ ഇകഴ്ത്തി കാണാനും, തെറി വിളിക്കാനും, മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ടും അവർ ആ നാവിനെ ഉപയോഗിക്കുന്നു. അവർ പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാത്രി വരെ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നാവ് അവർക്ക് വലിയ നാശമായിട്ട് ഭവിക്കുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നാവ് കൊണ്ടുണ്ടാകുന്ന ചില മോശമായ പ്രവൃത്തികളുണ്ട്. അതിലൊന്നാമത്തത് നമീമത്താണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് മറ്റൊരാൾക്ക് പോയി മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു വ്യക്തിയെ കുറിച്ച് അയാളുടെ ന്യൂനതകളും അയാളുടെ കുറ്റങ്ങളും കുറവുകളും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമീമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്,
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖബറുകൾക്കരികിൽ കൂടി നടന്നുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബാക്കളോട് പറഞ്ഞു, ഇന്നഹുമാ ല യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീർ അമ്മാ അഹദുഹുമാ ഫലാ യസ്തതിറു മിനൽ ബൗലി വഅമ്മൽ ആഖറു ഫകാന യംശി ബിന്നമീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഈ രണ്ട് ആൾക്കാർ, ഈ രണ്ട് ഖബറാളികളും ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ വലിയ വലിയ സംഭവത്തിന്റെ വലിയ തെറ്റുകളുടെ പേരിലൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, മറിച്ച് അവർ നിസ്സാരമായി കരുതിയിരുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഖബറാളി, അയാൾക്ക് അല്ലാഹു തആല ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത് അയാൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് സൂക്ഷിച്ചിരുന്നില്ല, കൃത്യമായ രീതിയിൽ മനോഹരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മൂത്രമൊഴിക്കുന്ന സമയത്ത് സുന്നത്തുകളൊന്നും പാലിക്കാതെ നജസുമായി നടന്നു. അങ്ങനെ മൂത്രത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കാത്ത ഒരാളാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ നമീമത്തുമായി ജനങ്ങൾക്കിടയിൽ കൂടി നടന്ന ആളാണ്. ജനങ്ങളുടെ കുറ്റം ഇവിടെ കേട്ടത് അവിടെ പോയി പറയുക, അവിടെ നിന്ന് കേട്ടത് ഇവിടെ പറയുക, അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, പരസ്പരം ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കുറ്റങ്ങൾ പ്രചരിപ്പിച്ച് നടന്നവരാണ് രണ്ടാമത്തെ ആളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. നമീമത്ത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഒരാളുടെ കുറ്റം മറ്റൊരാളുടെ അടുക്കൽ പോയി പറയാൻ പാടില്ല, അത് ഹറാമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഉലമാക്കൾ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പലപ്പോഴും ചില ആളുകൾ അവരുടെ മാതാപിതാക്കളുടെ അടുക്കൽ പോയിട്ട് സ്വന്തം സഹോദരങ്ങളെ കുറിച്ചും സഹോദരിമാരെ കുറിച്ചും പോലും കുറ്റം പറയും. ഒരുപക്ഷെ അയാൾ അതിന്റെ ഭവിഷ്യത്ത് അറിയാത്തതിന്റെ പേരിലായിരിക്കും അങ്ങനെ പറയുക. പക്ഷെ അതിൽ കൂടി ഉണ്ടാകുന്നത് ഒന്നുകിൽ ആ മാതാപിതാക്കൾക്ക് മറ്റ് സഹോദരന്മാരോടും സഹോദരിമാരോടും വെറുപ്പുണ്ടാകും, അല്ലെങ്കിൽ ഇവന്റെ ഈ സംസാരം കേട്ട് ഇവനോട് തന്നെ ആളുകൾക്ക് വെറുപ്പും മടുപ്പും വരുന്ന ഒരവസ്ഥയുണ്ടാകും. പണ്ഡിതന്മാർ വളരെയധികം സൂക്ഷിച്ചിരുന്ന കാര്യമാണ്. എത്രത്തോളം എന്നാൽ മഹാന്മാരായ ആലിമീങ്ങൾ അവരോട് അക്രമം പ്രവർത്തിച്ച ആൾക്കാർ അവരെ അടിക്കുകയും അവരെ ചീത്ത വിളിക്കുകയും അവരോട് എന്തെങ്കിലും അക്രമം ചെയ്ത ആൾക്കാരെ പോലും അവർ കുറ്റം പറയാറില്ലായിരുന്നു. അവരെ കുറിച്ച് നല്ലതോ ചീത്തയായ കാര്യങ്ങൾ അവർ പിന്നീട് സംസാരിക്കാറില്ലായിരുന്നു. അത്രത്തോളം സൂക്ഷ്മതയായിരുന്നു അവർ കാണിച്ചിരുന്നത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മൃഗത്തിന്റെ കുറ്റം പോലും പറയാൻ പാടില്ല, പിന്നെ എങ്ങനെയാണ് മനുഷ്യന്റെ കുറ്റം ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുക? അപ്പൊ ഈ പറഞ്ഞു നടക്കുന്നത് കാരണത്താൽ ഒരുപാട് ബന്ധങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് സ്വന്തത്തിന് തന്നെ വരും. ഒരാളോട് മോശമായ രീതിയിൽ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാളുമായിട്ടുള്ള നമ്മുടെ ബന്ധം തന്നെ തകർന്നു പോകും. നമ്മൾ വിചാരിക്കും അത് അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതിന്റെ ഒരു ഉള്ളിലുള്ള കാര്യം അങ്ങനെയാണ്. പിന്നീട് അയാളുമായിട്ട് നമുക്കും നല്ല രീതിയിൽ ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എത്രത്തോളം ബന്ധങ്ങൾ നമ്മൾ വിച്ഛേദിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിൽ കുടുസും അതുപോലെ തന്നെ വിഷമവും സങ്കടവും ഒക്കെ വരുമെന്നാണ് ആലിമീങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും കുറിച്ചും നല്ലത് ചിന്തിക്കുക, ആരെ കുറിച്ചും നല്ലത് മോശമായത് പറയരുത് എന്നാണ് പണ്ഡിതന്മാർ പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നത്. ദീനുൽ ഇസ്ലാം ഒരുപാട് ഖുർആനിലായിട്ടും അതുപോലെ തന്നെ ഹദീസിലായിട്ടും ഒരുപാട് സംഭവങ്ങൾ, നമീമത്തിനെ നിരോധിക്കുന്ന കാര്യങ്ങൾ, കൽപ്പനകൾ നമുക്ക് കാണാൻ പറ്റും. അടുത്തതായി ഉലമാക്കൾ പറയുന്ന നാവിന്റെ രണ്ടാമത്തെ ദൂഷ്യം, നാവ് കൊണ്ട് മനുഷ്യർ ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റ് ഗീബത്താണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഹദീസിൽ തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ദിക്റുക അഖാക ബിമാ യക്റ, നീ നിന്റെ സഹോദരനെ കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യം, അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയുക എന്നുള്ളത്. സഹാബാക്കൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വന്നു. നമ്മൾ നമ്മുടെ സഹോദരനെ കുറിച്ച് മറ്റൊരാളോട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ അവൻ ചെയ്ത കാര്യമാണെങ്കിലോ, അവൻ ചെയ്ത കാര്യമാണ്. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ വരും, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ ആ തെറ്റിനെ കുറിച്ച് നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഈ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സുഹൃത്തിന് ഇഷ്ടം, നമ്മളെ ഈ തെറ്റ് ചെയ്ത ആൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ചോദിച്ചാൽ അയാൾ ജീവിതത്തിൽ ചെയ്ത കാര്യമാണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്ത കാര്യമാണെങ്കിലാണ് ഗീബത്ത്. ഇനി ചെയ്യാത്ത കാര്യമാണ് നിന്റെ സുഹൃത്തിനെ കുറിച്ച് നീ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് ബുഹ്താനാണ്, അത് അപരാധമാണ്, അത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ആളുകളെ കുറിച്ച്, നമ്മുടെ കുടുംബക്കാരെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുക്കൽ പോയി ഉള്ളതും ഇല്ലാത്തതും പറയുന്നത് എല്ലാം ഹറാമാണ്, അത് ഗീബത്താണ്.
അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ സംസാരിക്കാൻ പാടില്ല, അത് നമ്മൾ ഒഴിവാക്കിയേക്കണം. കാരണം ആലിമീങ്ങൾ പറയുന്നുണ്ട്, ഇത് നമ്മുടെ മുഴുവൻ പ്രവർത്തികളെയും നശിപ്പിച്ചു കളയുന്നതാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കടത്തേക്കാൾ വലിയ തെറ്റാണ്, കടം വീട്ടാതിരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഗീബത്ത്. ഒരാൾ കടം വീട്ടാതിരുന്നാൽ വേറെ ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇടപെടുന്നതാണ്. പക്ഷേ ഗീബത്ത് അങ്ങനെയല്ല. നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത കാര്യമാണെങ്കിൽ പോലും അത് ഗീബത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കുന്നതാണ്. പിന്നീട് അത് മാപ്പാക്കപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ അയാളോട് നേരിട്ട് പോയി, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കി തരണമെന്ന് പറഞ്ഞ് അയാളോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ അല്ലാഹു തആല മാപ്പാക്കി തരികയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഒരാളോട് നമ്മൾ എങ്ങനെ പോയിട്ട് ചോദിക്കാം. അതിനേക്കാൾക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഒരാളെ കുറിച്ചിട്ട് കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ശൈത്താൻ ഇത് വളരെ രസമുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ നാവിന് മുകളിൽ തോന്നിപ്പിച്ചു തരും. നമുക്കൊരാളെ കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ കൂട്ടുകാരെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ തുടങ്ങും. നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് കുറ്റം പറയും. ചിലപ്പോൾ നമ്മൾ ദീനിയായ കാര്യങ്ങളായിട്ടൊക്കെ ശൈത്താൻ തോന്നിപ്പിച്ചു തരും. അനിയനെ കുറിച്ച്, ജ്യേഷ്ഠത്തിയെ കുറിച്ച് അവർ നിസ്കരിക്കാത്ത ആളുകളാണ്, എന്താണ് ദീനില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം ഗീബത്താണ്. നമ്മൾ അങ്ങനെ അവരെ നന്നാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പോയി പറയണം. അവരെ നല്ല രീതിയിൽ ഉപദേശിക്കണം. ഹിക്മത്തോടുകൂടി അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ കുറ്റമായി നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് പോയിട്ട് ദീനിന്റെ കാര്യങ്ങൾ പോലും പറയാൻ പാടില്ല എന്നാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ പ്രത്യേകം നമ്മളെ ഉപദേശിക്കുന്നത്. കാരണം ഇത് നമ്മുടെ അമലുകളെ വടിച്ചു കളയുന്നതാണ്. നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് നമസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് വെക്കുന്ന ആളുകളാണ്, ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളുകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ നാവിനെ മോശമായ രീതിയിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ നമ്മുടെ ഈ അമലുകളെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാവിനെ മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ യക്തബ് ബഅ്ദുകും ബഅ്ദാ അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു ഫത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാളും മറ്റൊരാളെ കുറിച്ച് അവനില്ലാത്ത സമയത്ത് അവന്റെ കുറ്റം പറയരുത്, അവന് ഇഷ്ടമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ. കാരണം നിങ്ങൾ അങ്ങനെ പറയുക എന്നുള്ളത് അവന്റെ പച്ച മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു സഹോദരന്റെ പച്ച മാംസം ഭക്ഷിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ആരും ഇഷ്ടപ്പെടില്ല. അത് നമ്മളെല്ലാവരും വെറുക്കുന്ന കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതുപോലെയാണ് ഒരാളുടെ പച്ച മാംസം കഴിക്കുന്നത് പോലെയാണ് അയാളെ കുറിച്ച് ഗീബത്ത് പറയുക എന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ആളുകളായിരിക്കാം. നമ്മൾ ഒരുപാട് ജീവിതത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടാകും. നമ്മൾ ഉടനെ തന്നെ തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. നമ്മൾ കുറ്റം പറഞ്ഞ സുഹൃത്തുക്കളോട് പോയി മാപ്പ് ചോദിക്കുക എന്നല്ലാതെ ഇതിന് വേറെ പ്രതിവിധിയൊന്നുമില്ല. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, ജീവിതത്തിൽ ഇനി ഒരാളെ കുറിച്ചും കുറ്റം പറയുകയില്ല, ഇവന്റെ കുറ്റം അപ്പുറത്ത് പോയി പറയുകയില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ട കാര്യമാണിത്. കാരണം പലപ്പോഴും നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ആ പറഞ്ഞു പോകുന്നത് ഒരുപാട് പ്രയോജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ചില സമയത്ത് ആളുകൾ ഗീബത്ത് പറയുന്നത് സ്ഥാനം കിട്ടാനാണ്. നമ്മൾ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ നമുക്ക് സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ അയാളെ ഇകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ ഉയർച്ച കിട്ടും. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും ആളുകൾ കുറ്റം പറയുന്നത്. എല്ലാം ഹറാമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പ്രയോജനമായി മാറുമെന്ന്. പക്ഷേ ഇതെല്ലാം നമുക്ക് വലിയ പരീക്ഷണവും അതുപോലെ തന്നെ നാശവുമായി മാറും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. അതുപോലെ ഉലമാക്കൾ പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ കളവ് പറയാൻ പാടില്ല. ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദിബ. മുനാഫിക്കിന്റെ അടയാളങ്ങൾ കുറെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം, സംസാരിച്ചാൽ കളവ് മാത്രമേ പറയുകയുള്ളൂ. നമ്മളിൽ പലരും ഒരുപക്ഷെ സൂക്ഷിക്കാൻ കഴിയാത്ത വലിയൊരു തെറ്റാണ് ഇത്. നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കളവ് പറയും. നമ്മൾ പല സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ രക്ഷപ്പെടലുകളായിരിക്കും, ചെറിയ കാര്യമായിരിക്കും. നമ്മൾ ആരെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യൂല. പക്ഷെ എന്നാലും നമ്മൾ കളവ് പറയും. നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ ആരെങ്കിലും തർക്കിക്കുന്ന സമയത്ത് പറയും മരണത്തിനെ പോലും പേടിയില്ല, എനിക്കൊരാളെയും പേടിയില്ല എന്നൊക്കെ നമ്മൾ
ഭയങ്കര വീമ്പിളക്കി പറയും. പക്ഷെ പിന്നീട് ഫോൺ വിളിച്ചിട്ട് പറയുന്നതാണ് കളവ് പറയും. രക്ഷപ്പെടാൻ വേണ്ടി, ചെറിയ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 100,000 കളവ് പറയുന്നതിന് നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മളെ അമലുകളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കച്ചവടത്തിൽ കളവ് പറയുക, അതുപോലെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയുക, കടത്തിൽ നിന്ന് ഒഴിവാൻ വേണ്ടി കളവ് പറയുക, ഇതെല്ലാം വലിയ തെറ്റാണ്, ഹറാമാണ്. അതിൽ നിന്ന് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ ആലിമീങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ആരെയും തെറി വിളിക്കരുത്, കളിയാക്കരുത്. ചില കളിയാക്കലുകളൊക്കെ ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറി. മറ്റുള്ളവരെ കളിയാക്കി മോശപ്പെടുത്തുക, അവനെ വെറുപ്പിക്കുക, അതൊരു ട്രെൻഡായി മാറി. ഒരാൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നാൽ അവനെ കളിയാക്കി വിടുക. നമ്മൾ എത്ര തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വലിയ തെറ്റും പാപത്തിലാണ് നാം അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് കളിയാക്കുന്നത്, അവൻ നിങ്ങളെക്കാൾ നല്ലവനായിരിക്കും. നമുക്ക് ആ ഒരു കൂട്ടത്തിൽ നമ്മളൊരു കൊമേഡിയൻ ആണെന്ന് അറിയപ്പെടണം, ആളുകൾ നമ്മളെ പ്രശംസിക്കണം, ഇവന്റെ നാക്ക് നല്ല നാക്കാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള രസം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുഴുവൻ അമലുകളും നഷ്ടപ്പെട്ടു പോകും. അവന്റെ ഹൃദയം എത്രത്തോളം തകർന്നിട്ടുണ്ടാവും നമ്മൾ തന്നെ അറിയാം. പലപ്പോഴും ഈ ഒരൊറ്റ കളിയാക്കലുകൾ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച ആൾക്കാർ വരെ നമുക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കാൻ പാടില്ല, നാവിനെ കൺട്രോൾ ചെയ്യണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിലേക്ക് കയറിയ സമയത്ത് അദ്ദേഹം ആരോട് എന്തോ തർക്കിച്ചറിയാതെ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ നാവ് ഇങ്ങനെ കൈകൊണ്ട് വലിച്ചു പിടിച്ചിട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് കണ്ടത്. ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറയും, ഇത് എന്നെ നശിപ്പിക്കും. ആരാണ്? സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ കൂടി വിളിക്കപ്പെടുന്ന സഹാബി വര്യനായ അബൂബക്കർ റളിയല്ലാഹു തആല ഉത്തരം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദിവസവും 100 ആൾക്കാരെ കുറ്റം പറയുന്ന, 100 ആളുകളെ കളിയാക്കുന്ന നമ്മൾ എത്രത്തോളം പേടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെ കുറിച്ച് കുറ്റവും പറയാൻ പാടില്ല, കുറവും പറയാൻ പാടില്ല. സഹോദരന്മാരെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ച് അവിടെ പോയി മോശമായി പറയാൻ, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരോട് തെറ്റുകൾ ഉണർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരെയും കളിയാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ല കാര്യങ്ങൾ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ നാവിന്റെ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.